നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വന്തം വോയിസ് റെക്കോർഡിംഗ് കേട്ട് എന്റെ ശബ്ദം ഇത്രയും വിചിത്രമാണോ എന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ സംസാരിക്കുന്ന ശബ്ദമല്ല നമ്മൾ റെക്കോർഡിംഗിൽ കേൾക്കുന്നത്. ഇതിനു പിന്നിൽ തലച്ചോറിലെ ഒരു വലിയ കണക്കൂട്ടലുണ്ട്. വരൂ, എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുന്നത് ഒരൊറ്റ വഴിയിലൂടെ മാത്രമാണ്. അതിനെ എയർ കണ്ടക്ഷൻ എന്ന് വിളിക്കും. അതായത് ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ വന്ന് നമ്മുടെ ചെവിയിൽ തുളച്ച് അകത്തേക്ക് കയറുന്നു. എന്നാൽ നമ്മൾ സ്വന്തമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തുന്നത് രണ്ട് വഴിയിലൂടെയാണ്. ഒന്ന് വായുവിലൂടെ പുറത്തേക്ക് വന്ന് സ്വന്തം ചെവിയിലേക്ക് കയറുന്നത്. രണ്ടാമത്തേതാണ് പ്രധാനം. നമ്മുടെ തൊണ്ടയിലെ വോക്കൽ കോഡ്സ് വിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ നമ്മുടെ താടിയിലൂടെയും തലച്ചോറിലൂടെയും നേരിട്ടുള്ളിലെ ചെവിയിലേക്ക് എത്തും. ഇതിനെ ബോൺ കണ്ടക്ഷൻ എന്ന് വിളിക്കും. നമ്മുടെ തലയോട്ടിയിലെ എല്ലുകളിലൂടെ ഈ ശബ്ദം കടന്നു പോകുമ്പോൾ ഒരു മാജിക് നടക്കും. ഈ എല്ലുകൾ നമ്മുടെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയെ ചെറുതായി ഫിൽട്ടർ ചെയ്യും. അതായത് ശബ്ദത്തിന്റെ ബാസ് അഥവാ ഗാംഭീര്യം കൂട്ടുകയും പിച്ച് കുറയ്ക്കുകയും ചെയ്യും. ഇത് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് അനുഭവപ്പെടുക നമ്മുടെ ശബ്ദം നല്ല ബാസ് ഉള്ള റേഡിയോ ജോക്കികളുടേത് പോലുള്ള സൂപ്പർ ഗാംഭീര്യമുള്ള ഒരു ശബ്ദമായിട്ടാണ്. നമ്മുടെ തലയ്ക്കകത്ത് ഒരു കൊച്ചു ഹോം തിയേറ്റർ എഫക്റ്റ് ഇരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ റബ്ബർ ഫാക്ടറികളിലെ വലിയ മെഷീനുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കനത്ത പ്രകമ്പനം പോലെ വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു മാസ് ശബ്ദമായിട്ടാണ് നമ്മൾ നമ്മുടെ ശബ്ദത്തെ എപ്പോഴും ഉള്ളിൽ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്ത് തിരിച്ചു കേൾക്കുമ്പോൾ ഈ ബോൺ കണ്ടക്ഷൻ അഥവാ തലയോട്ടിയിലെ ഫിൽറ്ററിംഗ് പൂർണ്ണമായും ഇല്ലാതാവുന്നു. ഫോണിൽ നിന്നും വരുന്നത് വെറും എയർ കണ്ടക്ഷൻ വഴി വായുവിലൂടെയുള്ള ശബ്ദം മാത്രമാണ്. യഥാർത്ഥത്തിൽ ലോകത്തുള്ള മറ്റുള്ളവർ നിങ്ങളുടെ ശബ്ദം ഇത്രയും കാലം ഇങ്ങനെയാണോ കേട്ടിരുന്നത്? ആ യഥാർത്ഥ ശബ്ദമാണ് റെക്കോർഡിങ്ങിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പെട്ടെന്ന് ആ കനമില്ലാത്ത കുറച്ച് പിച്ച് കൂടിയ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത് സ്വീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഇത്രയും കാലം മനസ്സിൽ വിചാരിച്ചു വെച്ച നമ്മുടെ മാസ് ശബ്ദവും ഈ യഥാർത്ഥ ശബ്ദവും തമ്മിൽ വലിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് ബ്രെയിനിന് കടുത്ത നിരാശയും വെറുപ്പും തോന്നും. ഇതാണ് വോയിസ് കൺഫ്രണ്ടേഷൻ എഫക്റ്റ്. ചുരുക്കത്തിൽ നിങ്ങളുടെ ശബ്ദം മോശമായതുകൊണ്ടല്ല നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത്. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ഇത്രയും കാലം മറ്റൊരു ശബ്ദം കേൾപ്പിച്ച് പഠിപ്പിച്ചു വെച്ചിരുന്നത് കൊണ്ട് തോന്നുന്ന ഒരു ചെറിയ ഈഗോ പ്രോബ്ലം മാത്രമാണ് ഇത്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശബ്ദം തികച്ചും നോർമൽ തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: സ്വന്തം വോയിസ് തിരിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും തോന്നാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒറ്റ വാക്കിൽ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.